ഹീ, ഞീ, ഞീ. എന്തു പറ്റി? എല്ലാവർക്കും ഒരു ഹോബി വേണമെന്ന് അച്ഛൻ പറഞ്ഞു. മൂട്ടയെ പിടിക്കുന്നത് എൻ്റെ ചേട്ടൻ്റെ ഹോബി. സങ്കടം വരുമ്പോൾ സ്വന്തം ഹോബി ഒറ്റയ്ക്ക് ചെയ്താൽ മതി, ആശ്വാസം കിട്ടുമെന്ന് അച്ഛൻ പറഞ്ഞു. അത് ശരി, അപ്പം സങ്കടവും വേണം ഹോബിയും വേണം. പക്ഷെ എനിക്ക് എൻ്റെ ഹോബി ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതെന്താ? എൻ്റെ ചേട്ടനാ അതിന് കാരണം. ഹമ്പട ചേട്ടാ. ചേട്ടൻ്റെ ഹോബി ഒറ്റയ്ക്കാണോ ചെയ്യുന്നത്? അതെ, സങ്കടം വരുമ്പോൾ ഒറ്റയ്ക്ക് മൂട്ടയെ പിടിക്കും. അത് ശരി, എന്നിട്ടാണോ അനിയനെ ഒറ്റയ്ക്ക് വിടാത്തത്? ഹീ ഹീ, കരയണ്ട, ശരിയാക്കാം. അനിയൻ്റെ ചേട്ടൻ ഇവിടെ? ദാ അവിടെ. വാടാ ഇവിടെ. അനിയൻ്റെ ഹോബി ഒറ്റയ്ക്ക് ചെയ്യാൻ നീ സമ്മതിക്കില്ല അല്ലേ? പക്ഷേ അതവന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. നീ നിൻ്റെ ഹോബി ഒറ്റയ്ക്ക് ചെയ്യുന്നില്ലേ? ഉണ്ട്. നിനക്ക് ഒറ്റയ്ക്ക് മൂട്ടയെ പിടിക്കാമെങ്കിൽ അവനെയും ഒറ്റയ്ക്ക് വിട്ടാലെന്താ? പക്ഷേ ഒരു പക്ഷേയുമില്ല. കാര്യങ്ങൾ തനിയെ ചെയ്യാൻ വിട്ടാലേ കുട്ടികൾ മിടുക്കന്മാരായി വളരൂ. അങ്ങനെയാണ് ഞാനൊക്കെ വളർന്നത്, അറിയാമോ? അതുകൊണ്ട് ഇനി മുതൽ അനിയൻ്റെ ഹോബി ഒറ്റയ്ക്ക് ചെയ്യും, കേട്ടല്ലോ? ഓ, ചോദിക്കാൻ മറന്നു. എന്താ അനിയൻ്റെ ഹോബി? അത് ചേട്ടൻ്റെ തോളിലിരുന്ന് ചേട്ടൻ്റെ ചെവി ചൊറിയൽ.